വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനും പാലക്കാട് രൂപത മാതൃവേദിയും ശാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദൈവവചനത്തിന്റെ ശക്തി നമ്മിൽ നിറയുന്നത് അത് വായിക്കുമ്പോഴാണ്. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതിയിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. ഈ വചന വഴിയിൽ വചനം വായിച്ചും കേട്ടും നമ്മൾ മുൻപോട്ട് പോവുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. വചനം പഠിച്ചും വചനം പങ്കുവച്ചും നമ്മുടെ വചനയാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ റോസു? അതെ, എന്നത്തെയും പോലെ ഇന്നും നമ്മുടെ കൂടെയുണ്ട് 3 ടീമുകൾ. നമുക്ക് അവരെ സ്വാഗതം ചെയ്യണം. ആരൊക്കെയാണ് അവർ? നമുക്ക് ആദ്യമേ സ്വാഗതം ചെയ്യാം ടീം താവളം. എൻ്റെ പേര് കെസിയ ഷിജോ. ഞാൻ താവളം ഹോളി ട്രിനിറ്റി ഇടവക. ജോർലിൻ ജോൺസൺ, ഹോളി ട്രിനിറ്റി ചർച്ച് താവളം. അടുത്തതായി ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് ടീം മാങ്കുറിശ്ശിയാണ്. സീനിയ സനിൽ, സെന്റ് പീറ്റേഴ്സ് ചർച്ച് മാങ്കുറിശ്ശി. ജോസ്ലി എബിൻ, സെന്റ് പീറ്റേഴ്സ് ചർച്ച് മാങ്കുറിശ്ശി. അടുത്തതായി വേദിയിലേക്ക് കടന്നു വരുന്നത് ടീം കണ്ടമംഗലം. ഞാൻ ലിസി ബിജു, ക്രിസ്തുരാജ ചർച്ച് കണ്ടമംഗലമാണ് എൻ്റെ ഇടവക. ഞാൻ ഷാൻസി ജോർജ്, ക്രിസ്തുരാജ ചർച്ച് കണ്ടമംഗലമാണ് എൻ്റെ ഇടവക. മത്സരം തുടങ്ങാൻ സമയമായിരിക്കുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം ഈ ക്വിസിന്റെ ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഫാദർ അരുൺ കലമറ്റത്തിൽ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മുഖം എന്നാണ് ഈ വാക്കിനർത്ഥം. ഇത് ഒരു മത്സരമാണ്. പക്ഷെ നമുക്കറിയാം, വചനം അത് ഗ്രഹിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ളതാണ്. പലപ്പോഴും ഇത്തരം മത്സരങ്ങളുടെ അപ്പുറത്ത് ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകും. നമ്മുടെ മുൻപിൽ ഇപ്പോൾ ഉള്ളത് ടീം താവളം, ടീം മാങ്കുറിശ്ശി, ടീം കണ്ടമംഗലം. ഈ 3 ടീമുകൾ മാത്രമല്ല ഇവിടെയുള്ളത്. ഇവരെ സഹായിക്കാനായി എത്തിയിരിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് കൂടിയുണ്ട്. സംശയവേളകളിൽ സംശയ നിവാരണത്തിനും ആശങ്കകളിൽ സഹായത്തിനെത്താനും സംശയവേളകളിൽ കൃത്യത നൽകാനും ഈ ഹെൽപ്പ് ഡെസ്ക് നിങ്ങളെ സഹായിക്കും. 5 റൗണ്ടുകളാണ് ഈ മത്സരത്തിൽ ആകെയുള്ളത്. ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള സമയം 30 സെക്കൻഡാണ്. ചോദ്യം അവസാനിക്കുന്ന നിമിഷം മുതൽ ഈ 30 സെക്കൻഡുകൾ പിന്നോട്ട് കൗണ്ട് ചെയ്തു തുടങ്ങും. ഇനി നിങ്ങൾ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം ആവശ്യപ്പെടുകയാണെങ്കിൽ അപ്പോൾ മുതൽ വീണ്ടും ഒരു 30 സെക്കൻഡ് കൂടെ ആരംഭിക്കുകയും ചെയ്യും. ചോദ്യത്തിന് ഒരിക്കലാണ് ഉത്തരം പറയാവുന്നത്, ഒരിക്കൽ മാത്രമാണ് ഉത്തരം പറയാവുന്നത്. നമുക്ക് പോകാം 1ാമത്തെ റൗണ്ടിലേക്ക്. ചോദ്യം
ആദ്യം ലഭിക്കുന്ന ടീമിന് 30 പോയിന്റുകൾ ലഭിക്കും നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ. ഉത്തരം തെറ്റാണെങ്കിൽ അത് പാസ് ചെയ്യപ്പെടും. പാസ് ചെയ്ത് കിട്ടുന്ന ടീമിന് 20 പോയിന്റുകളായിരിക്കും ലഭിക്കുക. ഈ റൗണ്ടിൽ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തെറ്റിയാൽ മൈനസ് പോയിന്റ് ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം നേടാനുമാവില്ല. പെനുവേൽ ജനറൽ റൗണ്ടിൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ടീം താവളം, നിങ്ങൾക്കാണ് അവസരം. ചോദ്യം ഇതാണ്: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. പിതാവിൻ്റെ ഏകജാതൻ്റെ ഈ മഹത്വത്തിൻ്റെ സ്വഭാവം എന്താണ്? അഥവാ അതിന് കൊടുക്കുന്ന വിശേഷണം എന്താണ്? പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. ഉത്തരം ശരിയാണ്. കൃപയും സത്യവും നിറഞ്ഞ ഏകജാതൻ്റെ മഹത്വം എന്നാണ് ശരിയായ ഉത്തരം. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. ടീം താവളം, അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം ടീം മാങ്കുറിശ്ശിയോടാണ്. ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: ഈശോ യോഹന്നാൻ്റെ ശിഷ്യന്മാരോട് അങ്ങ് എവിടെയാണ് വസിക്കുന്നതെന്നുള്ള അവരുടെ ചോദ്യത്തിന് വന്നു കാണുക എന്നാണ് മറുപടി നൽകിയത്. ഇതേ കാര്യം മറ്റൊരാളും പറയുന്നതായി യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ആരാണ് അത് പറഞ്ഞത്? ശിമയോനാണ് പറഞ്ഞത്. ഉത്തരം തെറ്റാണ്. ചോദ്യം പാസ് ചെയ്യുകയാണ്. ടീം കണ്ടമംഗലം. പീലിപ്പോസ് നഥാനയേലിനോട്. പീലിപ്പോസ് നഥാനിയേലിനോടാണ് അത് പറഞ്ഞത്. ടീം കണ്ടമംഗലത്തിൻ്റെ ഉത്തരം പൂർണ്ണമായും ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. ടീം കണ്ടമംഗലം, അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം കണ്ടമംഗലത്തോടാണ്. ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത ചോദ്യം കിട്ടുവാണ് നിങ്ങൾക്ക്. ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു എന്നൊരു പരാമർശം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം തിരുവചനത്തിലുണ്ട്. എന്താണ് ഈ കൃപയ്ക്കുമേൽ കൃപ എന്ന് പറഞ്ഞാൽ? യേശുക്രിസ്തുവിൽ പൂർണ്ണമായ കൃപയ്ക്ക് അനുസൃതമായ കൃപ എന്നാണ് കൃപയ്ക്ക് മേൽ കൃപ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഉത്തരം ശരിയാണ്. യേശുക്രിസ്തുവിൽ യാഥാർത്ഥ്യമായി തീർന്ന കൃപയ്ക്ക് അനുസൃതമായ കൃപ എന്നുള്ള അർത്ഥത്തിലാണ് കൃപയ്ക്കുമേൽ കൃപ എന്ന് വചനം പഠിപ്പിക്കുന്നത്. ടീം കണ്ടമംഗലം, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അടുത്ത ചോദ്യം വീണ്ടും താവളത്തോടാണ്. താവളത്ത് നിന്ന് നല്ല ഉത്തരങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചോദ്യം ഇതാണ്: യോസഫ് പിതാവ് തൊഴിൽ ചെയ്താണ് തൻ്റെ കുടുംബത്തെ പോറ്റി വളർത്തിയത്. ഈ തൊഴിലിനോട് ബന്ധപ്പെടുത്തി യേശുവിനെ സ്വദേശത്തുള്ളവർ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരുന്നത്? ഇവൻ തച്ചൻ്റെ മകനല്ലേ? ഉത്തരം ശരിയാണ്. ഈശോയെ അവർ വിളിച്ചിരുന്നത് തച്ചൻ്റെ മകൻ എന്നാണ്. ടീം താവളം, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം മാങ്കുറിശ്ശിയോടാണ്. നിങ്ങൾക്ക് എളുപ്പമുള്ള ചോദ്യം കിട്ടുമെന്നാണോ ബുദ്ധിമുട്ടുള്ള ചോദ്യം കിട്ടുന്നതാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എളുപ്പമുള്ളത് കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം എളുപ്പമുള്ളതാണെന്ന്. ചോദ്യം ഇതാണ്: നമ്മുടെ നിക്ഷേപങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള സ്ഥലം പാവപ്പെട്ടവൻ്റെ പോക്കറ്റും വിധവയുടെ ഭവനവും വിശക്കുന്നവൻ്റെ വയറുമാണ്. ഇത് ഏത് വിശുദ്ധൻ്റെ വാക്കുകളാണ്? അംബ്രോസ്. ഉത്തരം ശരിയാണ്. വിശുദ്ധ അംബ്രോസ്. വിശുദ്ധ അംബ്രോസിൻ്റെ വാക്കുകളാണ്. ടീം മാങ്കുറിശ്ശി, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം കണ്ടമംഗലത്തിനാണ്. ചോദ്യം ഇതാണ്: ആഗോള സഭയിൽ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ വർഷം എന്നു മുതൽ എന്നുവരെയാണ് ആഘോഷിക്കുന്നത്? 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെ. 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെയുള്ള ഒരു വർഷമാണ് നാം ആഘോഷിക്കുന്നത്. ടീം കണ്ടമംഗലം, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്താണ് നിങ്ങളുടെ പോയിന്റ് നില? സ്കോർ ബോർഡ് എങ്ങനെയിരിക്കുന്നു? നമുക്ക് പരിശോധിക്കാം പ്ലീസ്. ആദ്യത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്: ടീം കണ്ടമംഗലം 80 പോയിന്റ്സ്, ടീം മാങ്കുറിശ്ശി 30 പോയിന്റ്സ്, ടീം താവളം 60 പോയിന്റ്സ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ബസറമർത്തിയാണ് നിങ്ങൾ ഉത്തരം പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ചോദ്യം ഒരു ടീമിന് പ്രത്യേകമായി നൽകുകയില്ല. ചോദ്യം പൊതുവായി അനൗൺസ് ചെയ്യപ്പെടും. ആദ്യം ആരാണ് ഉത്തരം പറയേണ്ടത് എന്ന് തിരഞ്ഞെടുക്കുന്നത്, തീരുമാനമെടുക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ആദ്യം ബസറമർത്തുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. ചോദ്യം ആരംഭിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് ബസറമർത്താവുന്നതാണ്. ബസറമർത്തുകയും നിങ്ങൾ ശരിയായ ഉത്തരം പറയുകയും ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും 30 പോയിന്റുകൾ. ബസറമർത്തുകയും ഉത്തരം
തെറ്റിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പോയിന്റിൽ നിന്ന് 5 പോയിന്റ് ക്വിസ് മാസ്റ്റർ തിരിച്ചെടുക്കും. ചോദ്യം 1. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനങ്ങളിൽ ആദ്യത്തേത് എഫേസോസിൽ വെച്ചും രണ്ടാമത്തേത് മക്കദോനിയയിലെ ഫിലിപ്പിയിൽ വെച്ചും എഴുതി. ഏതു വർഷമാണ് ഈ 2 ലേഖനങ്ങളും? ടീം കണ്ടമംഗലം. ടീം കണ്ടമംഗലം ഉത്തരം പറയാം. 1-ാം ലേഖനം AD 57 ആരംഭത്തിലും 2-ാം ലേഖനം AD 57 അവസാനത്തിലും. ചോദ്യം ഇതാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനങ്ങളിൽ ആദ്യത്തേത് എഫേസോസിൽ വെച്ചും രണ്ടാമത്തേത് മക്കദോനിയയിലെ ഫിലിപ്പിയിൽ വെച്ചുമാണ്. ഏതു വർഷമാണ് ഈ 2 ലേഖനങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത്? ടീം കണ്ടമംഗലം പറഞ്ഞ ഉത്തരം AD 57 എന്നാണ്. ആ ഉത്തരം ശരിയുമാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം. വസ്ത്രമർത്താൻ തയ്യാറായി നിൽക്കുക. ചോദ്യം ശ്രദ്ധാപൂർവം കേൾക്കുക. ചോദ്യം ഇതാണ്. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അതെന്താണ്? ടീം കണ്ടമംഗലം. ടീം കണ്ടമംഗലം ഉത്തരം പറയാം. ദൈവത്തിൻ്റെ ശക്തിയും അത്രേ. ഉത്തരം ശരിയാണ്. അത് ദൈവത്തിൻ്റെ ശക്തിയാണ് എന്നതാണ് അതിൻ്റെ ഉത്തരം. ടീം കണ്ടമംഗലം നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അടുത്ത ചോദ്യം. നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടമായ യേശു ക്രിസ്തുവിനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അഭിമാനിക്കുന്നവൻ എന്ത് ചെയ്യണം? ടീം താവളം നിങ്ങൾക്ക് ഉത്തരം പറയാം. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ഉത്തരം ശരിയാണ്. അഭിമാനിക്കേണ്ടത് കർത്താവിലാണ്. അതുകൊണ്ട് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. താവളം നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ 4ാമത്തെ ചോദ്യമാണ് ഇപ്പോൾ നൽകപ്പെടുന്നത്. ചോദ്യം ഇതാണ്. വാത്സല്യഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ആരെയാണ്? ടീം മാങ്കുറിശി. ടീം മാങ്കുറിശിയുടെ അവസരമാണ്. ഗായൂസ്. ഉത്തരം ശരിയാണ്. ഗായൂസിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ടീം മാങ്കുറിശി നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഒരു ചോദ്യവും വായിച്ച് തീർക്കാൻ എന്നെ നിങ്ങൾ അനുവദിക്കുന്നില്ല. അതുപോലെ പഠിച്ചിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആ കോൺഫിഡൻസും നിങ്ങളുടെ വചനത്തോടുള്ള സ്നേഹവും അഭിനന്ദനാർഹമാണ്. നമുക്ക് പോകാം 5ാമത്തെ ചോദ്യത്തിലേക്ക്. യേശു പീലിപ്പോസിനെ കണ്ടപ്പോൾ അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. പീലിപ്പോസ് ഏതു പട്ടണത്തിൽ നിന്നുള്ളവനായിരുന്നു? ടീം കണ്ടമംഗലം. ടീം കണ്ടമംഗലത്തിൻ്റെതാണ് അവസരം. ഇത്രയും പേര് നിൽക്കുമ്പോൾ നിങ്ങളെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് വസ്ത്രമർത്താൻ പറ്റിയത്? ബസറിൽ കൈവച്ചിട്ടുണ്ടായിരുന്നു. കൈവച്ച് നിൽക്കുമായിരുന്നു. അത്രയ്ക്ക് ഉറപ്പായിരുന്നു. എന്നാൽ ഉത്തരം പറയൂ. അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെത്സയിദായിൽ നിന്നുള്ളവനായിരുന്നു. ഉത്തരം ശരിയാണ്. ബെത്സയിദായിൽ നിന്നുള്ളവനായിരുന്നു. ടീം കണ്ടമംഗലം നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ നിർണായകമായ അവസാനത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏത് ടീമാണ് അടുത്ത 30 പോയിന്റ് വാങ്ങി നിക്ഷേപത്തിലേക്ക് കൂട്ടിവെക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിൽ ചെയ്ത അത്ഭുതം. ഇത് കണ്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ എന്തു ചെയ്തുവെന്നാണ് പറയുന്നത്? ടീം താവളം. അവനിൽ വിശ്വസിച്ചു. ഉത്തരം ശരിയാണ്. കാനായിലെ അത്ഭുതം നടന്നപ്പോൾ ഈശോ ആദ്യം ചെയ്ത ഈ അടയാളം ദർശിച്ചപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്നാണ് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടീം താവളം നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അങ്ങനെ 6 ചോദ്യങ്ങളുണ്ടായിരുന്ന ഈ ബസർ റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന പോയിന്റുകൾ എത്രയാണ് എന്നറിയാൻ നമുക്ക് കൗതുകമുണ്ടാകും. നമുക്ക് പോകാം സ്കോർ ബോർഡിലേക്ക്. 2ാമത്തെ റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ സ്കോർ ബോർഡ് പരിശോധിക്കാം. ടീം കണ്ടമംഗലം നേടിയിരിക്കുന്നത് 170 പോയിന്റുകളാണ്. ടീം മാങ്കുറിശി നേടിയിരിക്കുന്നത് 60 പോയിന്റുകളാണ്. ടീം താവളം നേടിയിരിക്കുന്നത് 120 പോയിന്റുകളാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്ക്രീനിൽ ഒരു ചിത്രം ലഭ്യമാകും. ആ ചിത്രം
ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്ന് തിരിച്ചറിയുക, ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് 30 പോയിന്റ് ലഭിക്കും. ഉത്തരം അറിയില്ലെങ്കിൽ അത് അടുത്ത ടീമിലേക്ക് പാസ് ചെയ്യപ്പെടും. ആദ്യത്തെ 3 ചോദ്യങ്ങൾ നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന പ്രധാന ടീമുകൾക്കുള്ളതാണെങ്കിൽ വരുന്ന 3 ചോദ്യങ്ങൾ അത് ആദ്യം ചോദിക്കപ്പെടുക ഹെൽപ്പ് ഡെസ്കിനോട് തന്നെയായിരിക്കും. ചോദ്യം ഹെൽപ്പ് ഡെസ്കിന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾ ശരിയുത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 30 പോയിന്റ് ലഭിക്കും. ഉത്തരം അറിയില്ലെങ്കിൽ അത് പാസ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രധാന ടീമിനായിരിക്കും. അവരാണ് ഉത്തരം പറയുന്നതെങ്കിൽ നിങ്ങളുടെ ടീമിന് ലഭിക്കുന്നത് 20 പോയിന്റ് മാത്രമായിരിക്കും. ആദ്യത്തെ ചോദ്യം മാങ്കുറിശിക്കുള്ളതാണ്. ശ്രദ്ധിക്കാം വിഷ്വൽ. പാരീസിലെ പിറ്റി സാൽപെട്രിയെ ആശുപത്രി ചാപ്പലിലെ ഒരു ചാപ്ലിനാണിത്. ലോകപ്രശസ്തയായിരുന്ന ഡയാന രാജകുമാരിയുടെ മരണസമയത്ത് ഒരു ആംഗ്ലിക്കൻ പാസ്റ്റർ വരുന്നതുവരെ പ്രാർത്ഥനയിലായിരിക്കാൻ നിയോഗിക്കപ്പെട്ട കത്തോലിക്ക വൈദികനാണ് ഇദ്ദേഹം. പിന്നീട് ഡയാനയുടെ മരണശേഷം നടന്ന സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് രാജകുമാരിയുടെ കത്തോലിക്ക വിശ്വാസിയായ അമ്മയ്ക്ക് കത്തയക്കുകയും ആ അമ്മയുടെ ആഗ്രഹപ്രകാരം രാജകുമാരിയുടെ ആത്മശാന്തിക്കായി ആശുപത്രി ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരാണ് ഈ കത്തോലിക്ക വൈദികൻ എന്നാണ് ശാലം പത്രത്തിൽ നിങ്ങൾ വായിച്ചത്? ഫാദർ മേരി ക്ലോഷൻ. ഫാദർ ഈവ്സ് മേരി ക്ലോഷാർഡാണ്. അദ്ദേഹമാണ് ഈ വൈദികൻ. അഭിനന്ദനങ്ങൾ, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം മാങ്കുറിശിക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം അത് കണ്ടമംഗലത്തിനുള്ള ചോദ്യമാണ്. റെഡിയാണോ? സ്ക്രീൻ കാണാമോ? ഓക്കെ, വിഷ്വൽ. വാരിക്കൂട്ടുന്നതിലല്ല കൊടുക്കുന്നതിലാണ് സന്തോഷമെന്ന് തെളിയിച്ച ഒരു ശതകോടീശ്വരനാണ് ഇദ്ദേഹം. വളരെ ചെറിയൊരു തുക മാത്രം തനിക്കും ഭാര്യയ്ക്കും വേണ്ടി മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറ്റ്ലാന്റിക് ഫിലാൻത്രോപ്പീസ് എന്ന ചാരിറ്റി ഫൗണ്ടേഷൻ വഴി ആവശ്യക്കാർക്ക് കൊടുത്തു തീർത്തു. ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്ന ബിസിനസ് സംരംഭത്തിൻ്റെ സ്ഥാപകനാണ് ഇദ്ദേഹം. സമ്പത്തിൻ്റെ പകുതി ചാരിറ്റിക്ക് നൽകാനുള്ള ഗിവിംഗ് പ്ലഡ്ജ് എന്ന പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിൻ്റെ പ്രേരക ശക്തിയാണ് ഇദ്ദേഹം. ബിൽഗേറ്റ്സിൻ്റെയും വാറൻ ബഫറ്റിൻ്റെയും പോലും ഹീറോയായ ഈ വ്യക്തി ആരാണ്? ചാൾസ് ഫീനി. ഉത്തരം ശരിയാണ്. അത് ചാൾസ് ഫീനിയാണ്. അഭിനന്ദനങ്ങൾ ടീം കണ്ടമംഗലം. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അടുത്ത ചോദ്യം ടീം താവളത്തിനുള്ളതാണ്. വിഷ്വൽ. ഒരു പുതിയ ദേവാലയമാണ് ഈ ചിത്രത്തിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. 2019 നടന്ന UAE പര്യടന മധ്യേ അബുദാബിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അർപ്പിച്ച ദിവ്യബലിക്കായി ഒരുക്കിയ കുരിശുരൂപവും പരിശുദ്ധ മാതാവിൻ്റെ തിരുസ്വരൂപവുമാണ് ഈ പുതിയ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഏതാണ് ഈ ദേവാലയം? ഏതാണ് ഈ ദേവാലയം? ഈ ദേവാലയത്തിൻ്റെ പേരെന്താ? മേരി മാതാ കത്തീഡ്രൽ. മേരി മാതാ കത്തീഡ്രൽ. ഉത്തരം തെറ്റാണ്. ചോദ്യം പാസ് ചെയ്യപ്പെടുകയാണ്. ടീം മാങ്കുറിശി. അവർ ലേഡി ഓഫ് അറേബ്യ, ബഹ്റിൻ. ഉത്തരം തെറ്റാണ്. ടീം കണ്ടമംഗലം. സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചർച്ച്. ഉത്തരം ശരിയാണ്. ഈ ദേവാലയം സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയമാണ്. അബുദാബിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അഭിനന്ദനങ്ങൾ ടീം കണ്ടമംഗലം. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. ഈ റൗണ്ടിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൻ്റെ മുൻനിരക്കാർ ഹെൽപ്പ് ഡെസ്കുകളാണ്. ചോദ്യം ആരംഭിക്കുന്നത് ടീം കണ്ടമംഗലത്ത് നിന്നാണ്. നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരമറിയാമെങ്കിൽ അത് പറയാം. അറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രധാന ടീമിൻ്റെ സഹായം വേണമെന്ന് ആവശ്യപ്പെടാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വയർലെസ്സിലൂടെ നിങ്ങളുടെ പ്രധാന ടീം നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തന്ന് സഹായിച്ചേക്കും. നിങ്ങൾ നേരിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 30 പോയിന്റ് ലഭിക്കും. പ്രധാന ടീമിൻ്റെ സഹായത്തോടെയാണ് ഹെൽപ്പ് ഡെസ്ക് ഉത്തരം പറയുന്നതെങ്കിൽ ലഭിക്കുന്നത് 20 പോയിന്റ് മാത്രമായിരിക്കും. തയ്യാറാണോ? തയ്യാറാണ്. ചോദിക്കട്ടെ. വിഷ്വൽ. വിശുദ്ധ ഗ്രന്ഥത്തിലെ എന്ത് കാര്യമാണ് ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്? ഉത്തരം പറയാൻ പോവാണ്. അറിയാം. ഉത്തരം അറിയാമെങ്കിലേ പറയാവൂ. ഒരൊറ്റ ചാൻസേ ഉള്ളൂ. അറിയില്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് എടുക്കണം. അവരുടെ സഹായത്തോടെ ഉത്തരം പറയണം. 5 സംഖ്യകൾ കൂടി. ജെറമിയ പ്രവാചകൻ. നിങ്ങളുടെ ഉത്തരം ജെറമിയ പ്രവാചകൻ എന്നാണ്. എന്നാൽ ഇത് യേശയ്യ പ്രവാചകനാണ്. കനൽ കൊണ്ട് നാവിൽ സ്പർശിച്ച്
ദൈവം വിശുദ്ധീകരിച്ച് തൻ്റെ വചനമരുൾ ചെയ്യാനായി അയക്കുന്ന യേശയ്യ പ്രവാചകനെയാണ് നമ്മൾ ഈ സ്ക്രീനിൽ കണ്ടത്. നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. പോയിന്റുകളൊന്നും ലഭിക്കുന്നുമില്ല. സാരമില്ല, ഇനിയും വരും അവസരങ്ങൾ. ടീം താവളം, നിങ്ങൾ റെഡിയാണ്? റെഡിയാണ്. നിങ്ങൾക്ക് സ്ക്രീനൊക്കെ കാണാമല്ലോ അല്ലേ? ശ്രദ്ധിച്ച് നോക്കാം. വിഷ്വൽ ശ്രദ്ധിച്ച് ആ ചിത്രം എന്താണെന്ന് നോക്കാം. എന്നിട്ട് ആ ചിത്രത്തിൽ കാണുന്ന സംഭവം എന്താണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ദേവാലയം ദേവാലയം ശുദ്ധീകരണം. ദേവാലയ ശുദ്ധീകരണം. അത് എങ്ങനെയാണ് വചനത്തിൽ കച്ചവടക്കാരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഒഴിപ്പിക്കുന്നു. ആട്, പ്രാവ്, കാളകളെ വിറ്റിരുന്നവരെയും നാണയമാറ്റക്കാരെയും ദേവാലയത്തിൽ നിന്ന് ഈശോ ഒഴിപ്പിക്കുന്നു. ഉത്തരം ശരിയാണ്. ഈശോ നടത്തുന്ന ജെറുസലേം ദേവാലയത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ചിത്രമാണ് നാം കാണുന്നത്. കാരണം ഈശോ പഴയ നിയമത്തിലെ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും പടുതുയർത്തിയ ജെറുസലേം ദേവാലയത്തിൻ്റെ അപ്പുറത്ത് തൻ്റെ യഥാർത്ഥ ശരീരമാകുന്ന പരിശുദ്ധ സഭയാകുന്ന ദേവാലയം പടുതുയർത്താൻ പോകുന്നുവെന്ന സൂചന കൂടിയാണ് ഈശോ ദേവാലയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ചെയ്യുന്നത്. അവിടുന്ന് അരുൾ ചെയ്തു, തൻ്റെ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള ആകുലത എന്നെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ടീം മാങ്കുറിശി റെഡിയാണോ? വിഷ്വൽ ശ്രദ്ധിക്കുക. എന്താണ് ഈ ദൃശ്യത്തിൽ കാണുന്നത് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. എന്താണ് ഈ സംഭവം? വളരെ പെട്ടെന്ന് ഓർത്തെടുക്കാവുന്ന ഒരു രംഗമാണ്. കാനായിലെ കല്യാണ വിരുന്ന്. ഉത്തരം ശരിയാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ വെച്ച് ഈശോ ചെയ്ത അത്ഭുതമാണ് ഇത്. ഈ അത്ഭുതം യഥാർത്ഥത്തിൽ പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാറുള്ളത് അവരുടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോ ഇടപെട്ട് അവർക്ക് വീഞ്ഞ് നൽകിയെന്ന് മാത്രമാണ്. സത്യത്തിൽ അതിൻ്റെയൊക്കെ അപ്പുറത്ത് വലിയ അർത്ഥതലങ്ങളുണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിന്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് കാണും. വിശുദ്ധ യോഹന്നാൻ സൂക്ഷ്മാംശങ്ങളൊക്കെ വിവരിക്കുന്ന ഒരു സുവിശേഷകനാണ്. അവിടെ യഹൂദരുടെ വിശുദ്ധീകരണ കർമ്മത്തിന് ഉപയോഗിക്കുന്ന 6 കൽപ്പനകളുണ്ടായിരുന്നു. അത് വക്കോളം നിറച്ചു. അങ്ങനെ തുടങ്ങി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും എടുത്തെടുത്ത് പറയുന്ന യോഹന്നാൻ ഒരു കാര്യം മാത്രം പറയുന്നില്ല. അത് മറ്റൊന്നുമല്ല, അതാരുടെ കല്യാണമാണ് എന്ന് പറയുന്നില്ല അല്ലേ? സാധാരണ നമ്മൾ സംസാരിക്കുമ്പം ഇന്നയാളുടെ കല്യാണത്തിന് പോയെന്നല്ലേ പറയുക. എന്തുകൊണ്ടാണത് പറയാത്തത്? പക്ഷെ മറ്റൊരു കാര്യമാണ് പറയുന്നത്. അവിടെ ഈശോ ഉണ്ടായിരുന്നു, മാതാവ് ഉണ്ടായിരുന്നു, അപ്പസ്തോലന്മാരുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? ഈശോയും മാതാവും അപ്പസ്തോലന്മാരും ശിഷ്യഗണവും ഉൾച്ചേരുന്ന സ്വർഗത്തിൽ നടക്കുന്ന വിരുന്നിനെക്കുറിച്ചുള്ള വിവരണമാണ് യഥാർത്ഥത്തിൽ കാനായിൽ നടന്ന ഒരു അത്ഭുതത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ യോഹന്നാൻ വിവരിക്കുന്നത്. അതുകൊണ്ട് കാനായിൽ ചെയ്ത ഒരു അത്ഭുത കൃത്യം എന്നതിൻ്റെ അപ്പുറത്ത് പരിശുദ്ധ സഭ സ്വർഗരാജ്യത്തിൻ്റെ വിരുന്നിൽ, മഹത്വത്തിൻ്റെ വിരുന്നിനിരിക്കുന്ന സംഭവത്തിലേക്കാണ് ഈ കാനായിലെ വിവാഹ വിരുന്നിലെ വെള്ളം വീഞ്ഞാക്കുന്ന സംഭവം വിരൽ ചൂണ്ടുന്നത് എന്നുകൂടി നമുക്ക് ഓർക്കാം. ഈ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. താല്പര്യമുണ്ടാകും ഇപ്പോൾ എന്താണ് സ്കോർ നിലയെന്നറിയാൻ. സ്കോർ ബോർഡിലേക്ക് പോകാം. 3ാം റൗണ്ട് അവസാനിക്കുമ്പോൾ ടീം കണ്ടമംഗലം നേടിയിരിക്കുന്നു 220 പോയിന്റ്സ്. ടീം മാങ്കുറിശി നേടിയിരിക്കുന്നത് 120 പോയിന്റ്സ് ആണ്. ടീം താവളം നേടിയിരിക്കുന്നു 150 പോയിന്റ്സ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ചോദ്യം വിശദീകരിക്കേണ്ടതില്ല. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അഥവാ ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും 30 പോയിന്റുകൾ. ഉത്തരം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് 10 പോയിന്റുകൾ മൈനസ് ചെയ്യപ്പെടും. ഇനി നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ പറയാതിരിക്കാം, ഒന്നും നഷ്ടപ്പെടില്ല. മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിനെ ആശ്രയിക്കാം. അവരുടെ സഹായത്തോടെ നിങ്ങൾ ശരി ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 20 പോയിന്റ് ലഭിക്കും. അവരുടെ സഹായം തേടിയിട്ടും ഉത്തരം തെറ്റാണെങ്കിൽ 15 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. വ്യക്തമായോ? ചോദ്യം ഇതാണ്. യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാസ് പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ഗായൂസിന് എഴുതുന്നത് എന്നാണ് യൂദാസിൻ്റെ ലേഖനം ആരംഭിക്കുന്നത്. ശരിയോ തെറ്റോ? തെറ്റ്. ഉത്തരം തെറ്റാണെന്നാണോ? അച്ഛൻ പറഞ്ഞത് തെറ്റാണ്, വാക്യം തെറ്റാണ്. ശരിയാണ്. ഞാൻ പറഞ്ഞതാണ് തെറ്റ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. ടീം കണ്ടമംഗലം. അടുത്ത ചോദ്യം ടീം താവളത്തോടാണ്. എന്ന ചോദ്യം ഇതാണ്. മിഖായേൽ
മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. പകരം കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ശരിയോ തെറ്റോ? ശരി. ശരിയാണ്. ഉത്തരവും ശരിയാണ്. ടീം താവളം, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം മാങ്കുറിശി, ചോദ്യം ഇതാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ അറിയാമെങ്കിലും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ് യൂദാസ് പല കാര്യങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായി ഓർമ്മിപ്പിക്കുന്നത് പഴയ നിയമത്തിൽ സോദോമിനെയും ഗൊമോറയെയും ദൈവം ശിക്ഷയ്ക്ക് വിധേയമാക്കിയതാണ്. ഇത് ശരിയോ തെറ്റോ? ശരിയാ. ശരിയാ. ശരിയാണ് എന്ന നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. കാരണം വിശുദ്ധ യൂദാസ് ആദ്യം അവരെ ഓർമ്മിപ്പിക്കുന്നത് അക്കാര്യമല്ല. പകരം ഈജിപ്തിൽ നിന്ന് താൻ രക്ഷിച്ചു കൊണ്ടുവന്ന ജനം അനുസരണക്കേട് കാണിച്ചപ്പോൾ അവരെ ദൈവം ശിക്ഷിച്ചത്, നശിപ്പിച്ചതാണ് ആദ്യം അവരെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾക്ക് പോയിന്റൊന്നും ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കിട്ടിയ പോയിന്റിൽ നിന്ന് ഞാൻ 10 പോയിന്റ് തിരിച്ചെടുക്കുക കൂടിയാണ്. അടുത്ത ചോദ്യം ടീം കണ്ടമംഗലത്തോടാണ്. റെഡി? കഴിഞ്ഞ ചോദ്യത്തിന്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയായിരുന്നു അല്ലേ? ഇത് കിട്ടുമോ? ചോദ്യം കേട്ടിട്ടേ പറയുള്ളൂ. മുൻപേ പറയുന്ന നടപടിയൊന്നുമില്ല. ചോദ്യം ഇതാണ്. തൻ്റെ പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്ന ഒരു വിശേഷണം തനിക്ക് തന്നെ നൽകിക്കൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ തൻ്റെ കത്തിൻ്റെ ആരംഭത്തിൽ സ്വയം പരിചയപ്പെടുത്തുന്നത്. ശരിയാണ്. തൻ്റെ പൗരോഹിത്യത്തിൻ്റെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഒരു പദം ഉപയോഗിച്ചുകൊണ്ടാണ് തന്നെ ലേഖനത്തിൻ്റെ ആരംഭത്തിൽ പരിചയപ്പെടുത്തുന്നത്. ശരിയാണ്. അതെ, ശരിയാണ്. ശരിയാണ്. എന്താണ് ആ പദം? സഭാശ്രേഷ്ഠനായ ഞാൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സഭയുടെ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സഭയുടെ തലപ്പത്തിരിക്കുന്ന. അതാരാണ്? അത് നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം കണ്ടമംഗലം, സഭാ ശ്രേഷ്ഠനായ ഞാൻ എന്ന് പറഞ്ഞാണ് വിശുദ്ധ യോഹന്നാൻ തന്നെ പരിചയപ്പെടുത്തുന്നത്. ശ്രേഷ്ഠൻ എന്ന പദം വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃത്യമായും മെത്രാന്മാരെ സൂചിപ്പിക്കുന്നതാണ്. അപ്പസ്തോലന്മാരും അവരുടെ പിൻഗാമികളെയും സൂചിപ്പിക്കുന്ന പദമാണ് ശ്രേഷ്ഠൻ, എപ്പിസ്കോപ്പോസ്. ആ പദമാണ് തന്നെക്കുറിച്ച് തന്നെ പറയാൻ വിശുദ്ധ യോഹന്നാൻ ഉപയോഗിക്കുന്നത്. താൻ ക്രിസ്തുവിൻ്റെ നിത്യപൗരോഹിത്യത്തിൻ്റെ പങ്കാളിയാണ് എന്നാണ് ആ പദത്തിൻ്റെ പ്രയോഗത്തിലൂടെ വിശുദ്ധ യോഹന്നാൻ ആഘോഷമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അഭിനന്ദനങ്ങൾ ടീം കണ്ടമംഗലം. ടീം താവളം, ചോദ്യം. നിയമം പ്രവാചകന്മാർ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴിയുണ്ടായി. ഇത് ശരിയാണ്. ശരിയാണ്. ശരിയാണ് എന്ന നിങ്ങളുടെ ഉത്തരം നിർഭാഗ്യവശാൽ തെറ്റാണ്. കാരണം നിയമം പ്രവാചകന്മാർ വഴി നൽകപ്പെട്ടു എന്നല്ല, നിയമം മോശ വഴി നൽകപ്പെട്ടു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഉത്തരം തെറ്റാണ്. നിങ്ങൾക്ക് കിട്ടിയ പോയിന്റുകളിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടമാകുന്ന 10 പോയിന്റ് മൈനസ് എനിക്ക് തിരിച്ചു തരേണ്ടതാണ്. ടീം മാങ്കുറിശി, നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ഇതാണ്. ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഈ വിശേഷണം ഈശോയ്ക്ക് കൊടുത്തത് നഥാനിയേലാണ്. ശരിയോ തെറ്റോ? തെറ്റ് എന്ന നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം മാങ്കുറിശി, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനം. പോളാർ ക്വസ്റ്റ്യനുകളുടെ ഈ റൗണ്ട് കൂടി ഇവിടെ പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്കോർ ബോർഡ് എങ്ങനെയിരിക്കും എന്ന് നമുക്ക് പരിശോധിക്കണം. വേണ്ടേ? നോക്കാം. ടീം കണ്ടമംഗലം 280 പോയിന്റ്, ടീം മാൻകുറിശി 140 പോയിന്റ്, ടീം താവളം 170 പോയിന്റ്. ഫെനുവേൽ മദേസ് ബൈബിൾ ക്വിസ് സീസൺ 2-ന്റെ അവസാന റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വില കൊടുത്ത ചോദ്യം വാങ്ങുകയും ആ ചോദ്യത്തിൻ്റെ സമൃദ്ധമായ പോയിന്റുകൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ റൗണ്ടിൻ്റെ പ്രത്യേകത. ഓരോ ചോദ്യത്തിന് മുൻപും ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ആ ചോദ്യം വേണോ? എന്നിട്ട് അതിൻ്റെ വിലയും പറയും. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ പരസ്പരം ആലോചിച്ച് ആ ചോദ്യം സ്വീകരിക്കാം, അതിൻ്റെ വില തന്ന്. ആദ്യത്തെ അവസരം ടീം താവളത്തിൻ്റെതാണ്. ടീം താവളം റെഡിയാണോ? ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ വില 30 പോയിന്റുകളാണ്. തരുമോ? 30 പോയിന്റ് തന്ന് 60 പോയിന്റ് നേടാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ചോദ്യം ഇതാണ്.
പ്രഥമ സ്ഥാനം മോഹിക്കുന്ന അപ്പസ്തോലന്മാരുടെ അധികാരത്തെ അംഗീകരിക്കാത്ത ഒരാളെക്കുറിച്ച് വേദനയോടെ വിശുദ്ധ യോഹന്നാൻ തൻ്റെ 3-ാം ലേഖനത്തിൽ എഴുതുന്നുണ്ട്. ആരാണ് അത്? ദിമെത്രിയോസ്. ഉത്തരം ശരിയാണ്. ദെമെത്രിയോസ് ആണ് ആ വ്യക്തി. ടീം താവളം, നിങ്ങൾക്ക് ലഭിക്കുന്നു 60 പോയിന്റുകൾ. ടീം താവളം അങ്ങനെ കൊടുത്തതും ഇരട്ടിയും തിരിച്ചു കിട്ടി അല്ലേ? അടുത്ത ചോദ്യത്തിൻ്റെ വില 40 പോയിന്റാണ്. കിട്ടിയാൽ 80 കിട്ടും. നിങ്ങളുടെ മുൻപിൽ ഒരു വലിയൊരു അവസരം നിൽക്കുകയാണ്. എടുക്കാൻ ധൈര്യമുണ്ടോ? ധൈര്യമുണ്ട്, തരൂ. ആയുധം താഴെ വെച്ച് കീഴടങ്ങുന്നില്ല. അവസാനം വരെ പൊരുതി പരാജയപ്പെട്ടാലും ഞങ്ങൾക്ക് അതാണ് സന്തോഷം. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ടീം താവളം, ചോദ്യം ഇതാണ്. അവസാന നാളുകളെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ യൂദാസ് പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായ ആളുകൾ വലിയൊരു തിന്മ പുറപ്പെടുവിക്കുന്നതായി പഠിപ്പിക്കുന്നുണ്ട്. ഏത് തിന്മയാണ്? ഭിന്നിപ്പുണ്ടാക്കും. ഉത്തരം ശരിയാണ്. ഭിന്നിപ്പുണ്ടാക്കുന്നു എന്നുള്ള തിന്മയാണത്. ടീം താവളം, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. തന്നതും ഇരട്ടിയും 2-ാം പ്രാവശ്യവും സ്വീകരിച്ചിരിക്കുന്നു. ഇനിയാണ് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം പോലുമില്ലാതെ നിർണായകമായി തീരാൻ പോകുന്ന ചോദ്യം. ചോദ്യത്തിന് വില ഇത്തിരി കൂടുതലുണ്ട്, പക്ഷേ അതിൻ്റെ സമ്മാനവും ആനുപാതികമായി വലുതാണ്. 50 പോയിന്റ് തന്ന് നിങ്ങൾ ഈ ചോദ്യം സ്വീകരിക്കുന്നു. താവളംകാർ എന്തിനും റെഡിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ചോദ്യം ഇതാണ്. ഈശോ ദേവാലയം വിശുദ്ധീകരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ച പഴയ നിയമത്തിലെ ആ വചനം അതേതാണ്? സങ്കീർത്തനങ്ങൾ 69:9. എന്റെ ആലയത്തെ കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നു. ഉത്തരം ശരിയാണ്. തൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള, തൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത അവനെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരുന്നത് അപ്പോൾ അപ്പസ്തോലന്മാർ അനുസ്മരിച്ചു എന്നാണ് ആ വചനം. ഉത്തരം ശരിയാണ്. ടീം താവളം, നിങ്ങളുടെ കോൺഫിഡൻസിന് നിങ്ങൾ അർഹിക്കുന്ന 100 പോയിന്റുകൾ. അടുത്ത അവസരം ടീം മാങ്കുറിശിയുടേതാണ്. ടീം മാങ്കുറിശി, തൊട്ടു മുമ്പത്തെ ടീം എല്ലാ ചോദ്യത്തിനും റിസ്ക് എടുക്കുകയും മുഴുവൻ പോയിന്റ് നേടുകയും ചെയ്തത് നിങ്ങൾ കണ്ടു കാണും. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ട്. നിങ്ങളും ധൈര്യശാലികളാണ്. മാങ്കുറിശിക്കാർ ഒരിക്കലും ധൈര്യത്തിൻ്റെ കാര്യത്തിൽ ആരുടെയും പുറകിലല്ല എങ്കിൽ ആദ്യത്തെ ചോദ്യം 30 പോയിന്റ് തന്ന് നിങ്ങൾക്ക് വാങ്ങാം. കഷ്ടപ്പെട്ട് നേടിയ പോയിന്റ് കൊടുക്കുമ്പോൾ ഒരു വിഷമമുണ്ടല്ലേ? നല്ല വിഷമമുണ്ട്. ചോദ്യം ഇതാണ്. സൈപ്രസിൻ്റെ തലസ്ഥാന നഗരിയിൽ വിശുദ്ധ കുരിശിന് സമർപ്പിക്കപ്പെട്ട ലോകത്തിലെ തന്നെ ആദ്യ ദേവാലയം സ്ഥിതി ചെയ്യുന്നു. ഏത് ദേവാലയം, ഏത് നഗരിയിൽ? ഇതിലേതെങ്കിലും ഒരു ഉത്തരം പറഞ്ഞാലും നിങ്ങൾക്ക് മുഴുവൻ പോയിന്റ് തരും. സൈപ്രസിൻ്റെ തലസ്ഥാന നഗരിയിൽ വിശുദ്ധ കുരിശിന് സമർപ്പിക്കപ്പെട്ട ലോകത്തിലെ തന്നെ ആദ്യ ദേവാലയം സ്ഥിതി ചെയ്യുന്നു. ഏതാണ് ആ ദേവാലയം? ഏത് നഗരിയിലാണ്? സെൻറ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ച്. ഉത്തരം തെറ്റാണ്. ആ ദേവാലയം നിക്കോസിയയിൽ ഹോളി ക്രോസ് ദേവാലയമാണ്. വിശുദ്ധ കുരിശിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വിശുദ്ധ കുരിശിൻ്റെ ദേവാലയം എന്നെങ്കിലും നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ പോയിന്റ് ലഭിച്ചേനെ. നിർഭാഗ്യവശാൽ ആ പോയിന്റ് ക്വിസ് മാസ്റ്ററുടേതായിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം കുറച്ച് എളുപ്പമുള്ളതായിരിക്കാൻ സാധ്യതയുണ്ടോ? പ്രതീക്ഷയുണ്ട് എങ്കിൽ ചോദ്യം മേടിക്കുന്നു. 40 പോയിന്റുകൾ മേടിക്കാൻ. ചോദ്യം ഇതാണ്. ആദ്യമായി ഇന്ത്യയിൽ സന്ദർശനം നടത്തിയ മാർപ്പാപ്പ ആരാണ്? ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം ആവശ്യമുണ്ടോ? ഹെൽപ്പ് ഡെസ്ക് വേണം. ടീം മാങ്കുറിശി, നിങ്ങളെയാണ് ആശ്രയിക്കുന്നത്. നിങ്ങൾക്ക് ഉത്തരമറിയാമെങ്കിൽ അവരെ സഹായിക്കൂ. ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ. നിങ്ങളുടെ ഉത്തരം ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്നാണ്. ഉത്തരം നിർഭാഗ്യവശാൽ തെറ്റാണ്. അത് പോൾ 6-ാമൻ മാർപ്പാപ്പയാണ്. 1964 അദ്ദേഹം ഭാരതം സന്ദർശിച്ചത്. നിങ്ങൾ എനിക്ക് തന്ന പോയിന്റുകൾ എൻ്റേത് മാത്രമായിരിക്കുകയാണ്. അടുത്ത ചോദ്യം സഹായം ലഭിക്കാനില്ലാത്ത ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ കഴിയും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? പ്രതീക്ഷയുണ്ടോ? ഉണ്ടെങ്കിൽ 50 പോയിന്റ് തന്ന് 100 പോയിന്റിൻ്റെ ചോദ്യം വരും.
കിട്ടാനിരിക്കുന്നത് 100 പോയിന്റുകളാണ്. നഷ്ടപ്പെടാൻ വെറും 50 പോയിന്റ്. മാങ്കുറിശ്ശിക്കാരുടെ ധൈര്യം അവർ പ്രകടിപ്പിക്കുകയാണ്. ചോദ്യം ഇതാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അത് പുരോഗമിക്കുന്നത് ഈശോ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന വിധത്തിലാണ്. ആ ക്രമത്തിൽ കാനായിലെ വിവാഹ വിരുന്നിൻ്റെ അത്ഭുതം ഈശോ ചെയ്യുന്നത് എത്രാമത്തെ ദിവസത്തിലാണ്? 1-ാം ദിവസം. ഉത്തരം ശരിയാണ്. അത് 3-ാം ദിവസമായിട്ടാണ് വിശുദ്ധ യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. ടീം മാങ്കുറിശ്ശി, ആദ്യത്തെ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെങ്കിലും 3-ാമത്തെ വലിയ പോയിന്റുകളുടെ ഉത്തരം നിങ്ങൾ ശരിയാക്കിയിരിക്കുന്നു. ടീം മാങ്കുറിശ്ശിക്ക് ലഭിക്കുന്നു 100 പോയിന്റുകൾ. അടുത്ത അവസരം ടീം കണ്ടമംഗലത്തിൻ്റെതാണ്. ടീം കണ്ടമംഗലം, നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചായിരുന്നോ? പഠിച്ചിരുന്നു. നന്നായി പഠിച്ചു. ആ, വികാരിച്ചനൊക്കെ കാര്യമായി സഹായിച്ചോ? വികാരിയച്ഛൻ സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ബൈബിളൊക്കെ പഠിച്ചപ്പം നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെട്ടത്? ഞങ്ങൾ അമ്മമാരെന്നതിലുപരി മതാധ്യാപകരും കൂടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ കുറച്ചും കൂടി ആത്മീയമായിട്ട് വളരാൻ സാധിച്ചു. നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. 1-ാമത്തെ ചോദ്യത്തിൻ്റെ വില 30 പോയിൻ്റാണ്. തന്ന് 60 പോയിന്റുകളുടെ ചോദ്യം സ്വീകരിക്കുന്നു. തന്നോളൂ. ചോദ്യം ഇതാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം വചനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ആണ് ആരംഭിക്കുന്നത്. സ്നാപക യോഹന്നാനോട് യഹൂദർ നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ സ്നാപകൻ്റെ മറുപടി ഞാൻ വചനമല്ല, പകരം പിന്നെ എന്താണെന്നാണ് സ്നാപകൻ പറഞ്ഞത്. ഹെൽപ്പ് ഡെസ്ക് ആവശ്യമുണ്ടോ? യോഹന്നാൻ്റെ സുവിശേഷം വചനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. സ്നാപക യോഹന്നാനോട് യഹൂദർ നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വചനമല്ല, പിന്നെ എന്താണ് എന്നാണ് സ്നാപകൻ മറുപടി നൽകിയത്. അഞ്ച് സെക്കൻഡുകൾ. ഞാൻ ക്രിസ്തുവല്ല എന്നവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ടൈം ഔട്ട്. സമയം കടന്നുപോയിരിക്കുന്നു. യഹൂദർ സ്നാപക യോഹന്നാനോട് നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ സ്നാപകൻ പറഞ്ഞു ഞാൻ വചനമല്ല, പകരം ഞാൻ ശബ്ദമാണ്. കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാനെന്നാണ് സ്നാപകൻ തന്നെ പരിചയപ്പെടുത്തിയത്. ഇതിനെക്കുറിച്ച് പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് മാർപ്പാപ്പ കുറച്ചുകൂടി വിശദമായി എഴുതുന്നുണ്ട്. സ്നാപകൻ്റെ പൗരോഹിത്യത്തെ കൂടി സ്പർശിക്കുന്ന ഒരു പരാമർശമാണ് അതെന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ശബ്ദത്തിൻ്റെ ദൗത്യം അത് വചനത്തെ കൊണ്ടുചെല്ലുക എന്നുള്ളതാണ്. വചനം പുറപ്പെടുമ്പോൾ ശബ്ദമാണ് ആ വചനത്തെ ക്യാരി ചെയ്ത് മറ്റൊരാളുടെ കാതുകളിലേക്ക് എത്തിക്കുന്നത്. പൗരോഹിത്യത്തിൻ്റെ ധർമ്മം അതുപോലെയാണ്. സ്നാപക യോഹന്നാൻ യഥാർത്ഥത്തിൽ പൗരോഹിത്യ വംശപരമ്പരയിൽ ജനിച്ചവനാണ്. അതോടൊപ്പം തന്നെ പുതിയ നിയമ പൗരോഹിത്യത്തിലേക്ക് പഴയ നിയമ പൗരോഹിത്യത്തെ കൂട്ടിച്ചേർക്കുന്ന കണ്ണിയാണ് സ്നാപക യോഹന്നാൻ. അതുകൊണ്ട് സ്നാപകൻ അസന്നിഗ്ധമായി പറഞ്ഞു വചനം ക്രിസ്തു മാത്രമാണത്, ഞാനല്ല, ഞാൻ ആ വചനത്തെ ലോകത്തിലേക്ക് എത്തിക്കുന്ന ശബ്ദം മാത്രമാണ്. നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. നിങ്ങൾ എനിക്ക് തന്ന പോയിന്റുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. അല്പം വിഷമമായെങ്കിലും കാര്യമായിട്ടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അടുത്ത ചോദ്യം വരാൻ പോവുകയാണ്. 40 പോയിന്റ് തന്നാൽ 80 പോയിന്റുകൾ ലഭിക്കുന്ന ചോദ്യമാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. നിങ്ങളത് സ്വീകരിക്കുകയാണ്. തന്നോളൂ. സ്നാപകൻ പറയുന്നു ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ എന്തിനാണ് സ്നാപകൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്? ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ഉത്തരം പരിപൂർണമായും ശരിയാണ്. ഈശോയെ ഇസ്രായേലിന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സ്നാപകൻ വന്ന് ജ്ഞാനസ്നാനം നൽകുന്നത്. അത് സ്നാപകൻ്റെ സ്നാനമായിരുന്നു. അത് ജലത്താലുള്ള സ്നാനവുമായിരുന്നു. ഈശോ കൊണ്ടുവരാനിരിക്കുന്ന അഗ്നിയാലുള്ള സ്നാനം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ടീം കണ്ടമംഗലം, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. അടുത്ത ചോദ്യം 50 പോയിന്റ് വിലയുള്ള ചോദ്യമാണ്. 50 പോയിന്റ് വിലയായി നൽകി 100 പോയിന്റിൻ്റെ ചോദ്യം നിങ്ങൾ മേടിക്കണം. സ്വീകരിക്കുന്നു. നിങ്ങൾ സേഫ് സോണിലാണ്. തരാം. തന്നോ. 50 പോയിന്റുകൾ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കിട്ടാനിരിക്കുന്നത് 100 പോയിന്റാണ് എന്നുള്ളതാണ് നിങ്ങളുടെ പ്രത്യാശ. ചോദിക്കട്ടെ? ചോദ്യമില്ല. 2ാം ലോക മഹായുദ്ധകാലത്ത് പോളണ്ടിലെ ഓഷ്വിറ്റ്സ് നാസി ക്യാമ്പിൽ വെച്ച് മറ്റൊരാളെ രക്ഷിക്കാനായി
സ്വയം ജീവൻ നൽകിക്കൊണ്ട് 1941 ഓഗസ്റ്റ് 14 രക്തസാക്ഷിത്വം വരിച്ച ആ വിശുദ്ധൻ ആരാണ്? വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ. ഉത്തരം ശരിയാണ്. വിശുദ്ധ മാക്സിമിലിയൻ കോൾബെയാണ് ആ വിശുദ്ധൻ. ടീം കണ്ടമംഗലം 50 നഷ്ടപ്പെടുത്തിയാലും നിങ്ങൾ 100 പോയിന്റുകൾ തിരികെ ലഭിച്ചിരിക്കും. താങ്ക് യു. ഈ ചോദ്യത്തോടുകൂടെ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ എപ്പിസോഡ് പൂർണ്ണമാകുമ്പോൾ വിജയികൾ ആരൊക്കെയാണ് എന്നറിയാനാണ് ആകാംക്ഷയോടെ നാം കാത്തിരിക്കുന്നത്. മൂന്ന് ടീമുകളിൽ നിന്ന് 2 ടീമുകളാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. 120 പോയിന്റോടുകൂടെ ടീം മാങ്കുറിശ്ശിയാണ് 3-ാം സ്ഥാനത്തുള്ളത്. 290 പോയിന്റോടുകൂടെ ടീം താവളം 2-ാം സ്ഥാനത്ത്. 340 പോയിന്റോടുകൂടെ ടീം കണ്ടമംഗലം 1-ാം സ്ഥാനത്ത്. വിജയികളായവർക്കും പങ്കാളികളായവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ടീം മാങ്കുറിശ്ശി, നിങ്ങൾ നന്നായി പെർഫോം ചെയ്തു. എപ്പോഴും വിജയത്തിനകത്ത് നമ്മുടെ എഫേർട്ട് മാത്രമല്ല ഉള്ളത്, അല്പം ഭാഗ്യവും കടന്നു വരും. ചില സമയത്തെ നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾ അതിനകത്ത് സ്വാധീനിച്ചെന്നിരിക്കാം. എങ്ങനെയായിരുന്നാലും നിങ്ങളുടെ പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു. വീണ്ടും നമ്മൾ കാണും. പുതിയ മത്സരങ്ങളിൽ വിജയശ്രീലാളിതരാകുന്ന വ്യക്തികളായി നിങ്ങളെ കാണും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഞങ്ങൾ നിങ്ങളെ യാത്രയാക്കുകയാണ്. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നമ്മൾ കണ്ടുമുട്ടും പുതിയൊരു എപ്പിസോഡും പുതിയ ചോദ്യങ്ങളും പുതിയ ടീമുകളുമായി. അതുവരെ പ്രാർത്ഥനയിൽ കണ്ടുമുട്ടാം. കർത്താവായ ഈശോയുടെ സംരക്ഷണത്തിലായിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.